ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് നോക്കാം അല്ലേ. ശങ്കരിക്കുഞ്ഞിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ എന്നും വീട്ടിലിരിക്കുന്ന പോലെയല്ലേ, ഇന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന ദിവസമാണ്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇതാ രാവിലെ പല്ല് തേച്ച് മുഖം കഴുകി അങ്ങ് ഇന്നത്തെ ദിവസം അങ്ങ് തുടങ്ങാം. ആദ്യമൊന്നും എനിക്കിത് ഭയങ്കര പാടായിരുന്നു കേട്ടോ. ശങ്കരിക്കുഞ്ഞ് എൻ്റെ കൂടെ എഴുന്നേൽക്കുമ്പോൾ അവളെ വെച്ചുകൊണ്ട് പല്ല് തേപ്പൊന്നും നടക്കത്തേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുഞ്ഞ് എഴുന്നൊക്കെ തുടങ്ങിയപ്പോൾ താഴെ ഇരുത്തിയാലും അവൾ അവിടെ ഇരുന്ന് കളിച്ചോളും. എന്തെങ്കിലും കളിപ്പാട്ടമൊക്കെ കൊണ്ട് കളിക്കുകയും ഹോളിൽ എഴുതി നടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ വക പരിപാടികളൊക്കെ സുഖമായിട്ട് തീർക്കാൻ പറ്റും. ഞാൻ ആ കഥ അങ്ങ് അടച്ചതാണേ. ഒന്നാമത്തെ കാര്യം, ശങ്കരിക്കുഞ്ഞിനെ താഴോട്ട് വിട്ടാൽ പിന്നെ കഥ അടച്ചിട്ട് തന്നെ ഇടണം, അവൾ എഴുഞ്ഞു പോകും. പിന്നെ ഇപ്പം ഭയങ്കര ക്ലിയർ പോലെ തോന്നി. ഓക്കെ, അപ്പം ഇന്ന് ശങ്കുവിൻ്റെ അച്ഛൻ വന്നതുകൊണ്ട് നമുക്ക് ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ഒക്കെ കുറച്ച് ഞാൻ ഉഴപ്പുന്ന പോലെ ഉഴപ്പാനൊന്നും പറ്റത്തില്ല. മനുഷ്യൻ വല്ലപ്പോഴും വീട്ടിൽ വരുന്നതല്ലേ, നേരെ ചൊവ്വേ ആഹാരം വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കണം. അരിപ്പൊടി, പുട്ടുപൊടി, റവ അതൊന്നുമില്ല, അതൊക്കെ തീർന്നിരിക്കുക. ഏട്ടൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പച്ചക്കറി എല്ലാം വാങ്ങിച്ചു, പരിപ്പ് വർഗ്ഗങ്ങളെല്ലാം വാങ്ങിച്ചു, വാഷിംഗ് ലിക്വിഡ്, എണ്ണ, തിരി, ധൂപം അതെല്ലാം വാങ്ങിച്ചു. അപ്പോൾ പുള്ളി ഇത്രയും ദൂരെ നിന്ന് വരുന്നതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം കൂടെ ചുമന്നുകൊണ്ട് വരാനൊന്നും പറ്റത്തില്ല. പുള്ളി ബൈക്കിലല്ലേ വരുന്നേ. മാത്രമല്ല, ഞാൻ പറയാനും മറന്നുപോയായിരുന്നേ. എൻ്റെ അടുത്ത് ചോദിച്ചു വേറെ എന്തെങ്കിലും ഉണ്ടോ പലതവണ ചോദിച്ചു, പക്ഷെ ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഇന്ന് പുറത്ത് പോകുമ്പോൾ എന്തായാലും കുറച്ച് സാധനമൊക്കെ, അരിപ്പൊടി, പുട്ടുപൊടിയൊക്കെ വാങ്ങിക്കണം, റവയൊക്കെ വാങ്ങിക്കണം. റവ എനിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് വാങ്ങിക്കുന്ന കേട്ടോ. കുഞ്ഞിന് ഞാൻ കൊടുത്തിട്ടില്ല ഇതുവരെ റവ കുഞ്ഞിന് കൊടുക്കാൻ പാടില്ലെന്നും ഒക്കെ കുറേ പേര് പറയുന്നുണ്ട്. പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കൊരു പേടി. വെറുതെ എന്തിനാണ് നമ്മളൊരു റിസ്ക് എടുക്കുന്നത്. റവ ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് കൊടുക്കാനും കുറേ പേരൊക്കെ അഡ്വൈസ് ചെയ്തു. പക്ഷേ അതുപോലെ തന്നെ കൊടുക്കണ്ട, അത് കുഞ്ഞിൻ്റെ ശരീരത്തിന് കേടാണ്, ആവശ്യത്തിനുള്ള ന്യൂട്രിയൻറ്റ് വാല്യൂ ഒന്നും ഇല്ലാത്ത സാധനമാണെന്നൊക്കെ കുറേ പേര് പറയുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ സത്യം എന്താണെന്ന്. ഞാൻ ഗൂഗിൾ ചെയ്തില്ല കാര്യം ഇതുവരെ. പക്ഷേ ദോഷമാണെന്ന് പറഞ്ഞതുകൊണ്ട് കുഞ്ഞിന് കൊടുക്കാനൊരു പേടി. നമ്മൾ റിസ്ക് എടുക്കാം, കുഞ്ഞിൻ്റെ പേരിൽ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല ഇപ്പോൾ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്ന് പുറത്ത് പോകുമ്പോൾ കുറച്ച് സാധനമൊക്കെ വീണ്ടും വാങ്ങിക്കേണ്ടി വരും. പിന്നെ നെവർ ഗൂഗിൾ യുവർ സിംറ്റംസ് എന്നൊരു പാട്ടൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഗൂഗിൾ പറയുന്നത് സത്യമാവണമെന്നൊന്നുമില്ല, പക്ഷേ ഒരുവിധം എല്ലാ കാര്യങ്ങളും എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് വരാറുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു കാര്യം ഗൂഗിളിൽ സെർച്ച് ചെയ്താലും അതിൽ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസും ആർട്ടിക്കിൾസും ഒക്കെ കാണാമല്ലോ. അതൊക്കെ വെച്ച് ഇന്നത്തെ കാലത്തൊക്കെ എല്ലാവരും അങ്ങനെയല്ലേ. അല്ലാതെ നമ്മൾ സ്കൂളിൽ പഠിച്ച അറിവ് കൊണ്ടോ വീട്ടിലോ നാട്ടിലോ ഉള്ളവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളോ കൊണ്ട് മാത്രമല്ലല്ലോ. നമ്മൾ നമ്മുടെ ലൈഫിലോട്ട്, അത് ആപ്ലിക്കേഷൻ ലെവലിലോട്ട് വരുമ്പോൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിക്ക് കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ ഈ ലോകത്തെപ്പറ്റി ഇത്രയും നോളജ് കിടക്കുമ്പോൾ നമ്മളത് അറിയാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ മണ്ടത്തരമാണ്. നമ്മുടെ ലൈഫിലെ കാര്യങ്ങളിലൊക്കെ നമ്മളൊരു ചെറിയ രീതിയിലുള്ള റിസർച്ചൊക്കെ ചെയ്ത് പറ്റാവുന്ന അറിവൊക്കെ ആർജിച്ചെടുക്കാൻ ശ്രമിക്കണം. പിന്നെ കുറേയൊക്കെ വായന, പിന്നെ മുതിർന്നവർ പറയുന്ന കാര്യങ്ങൾ, ഇതിൽ നിന്ന് എല്ലാത്തിലും നല്ലത് ഉൾക്കൊള്ളാനും അതല്ല തെറ്റായിട്ടുള്ളതിനെ തഴഞ്ഞു കളയാനും പറ്റണം. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇന്നയാൾ പറഞ്ഞു എന്നു കരുതി നമുക്ക് തെറ്റാണെന്ന് നമ്മുടെ മനസാക്ഷിക്ക് തോന്നുന്നൊരു കാര്യം നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവസാനം അത് തെറ്റായി പോയി കഴിഞ്ഞ്, കണ്ടോ അയാൾ പറഞ്ഞതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്, അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് റിഗ്രറ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ഒരു ഹയർ സെൽഫ് അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷിക്ക് നിരക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ അങ്ങ് ചെയ്യുക. ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ നമ്മളങ്ങ് ജീവിച്ചു പോവുക. ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളും. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക കേട്ടോ. ഗോതമ്പ് ദോശയും ഉള്ളിക്കറി എന്ന് വെച്ചാൽ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ പൊടികൾ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും ചേർത്താൽ ഉള്ളിക്കറിയായി. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ കൂടെ മുട്ട കിട്ടാൽ അത് മുട്ടക്കറിയാവും, കിഴങ്ങിട്ടാൽ അത് കിഴങ്ങറിയാവും. അങ്ങനെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് കറി തയ്യാറാക്കാം. അതിൻ്റെ കൂടെ തന്നെ കറി ഏകദേശം ആയപ്പോൾ ഞാൻ ഗോതമ്പ് ദോശയും കൂടെ അങ്ങ് ചുടുന്നുണ്ട് കേട്ടോ. ട്രൈപോഡൊക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് റെസിപ്പീസൊക്കെ നല്ലപോലെ അതുപോലത്തെ വീഡിയോ ഒക്കെ ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് ഇന്നിപ്പം എല്ലാം എളുപ്പപ്പണിയാണേ, കാരണം നമുക്ക് പുറത്ത് പോകേണ്ടതുണ്ട്. ശങ്കരിക്കുഞ്ഞ് വന്നല്ലോ. ഇത് ഏട്ടൻ 2-3 ദിവസം മുമ്പ് വാങ്ങിച്ചുകൊണ്ട് വന്ന ചീരയായിരുന്നേ. എനിക്കിത് ഇതുവരെ വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഫ്രിഡ്ജിലിരുന്നത് വാടി തുടങ്ങി. പിന്നെ ഏട്ടനും കൂടെ ഉള്ളപ്പോൾ വെക്കാമെന്നും കരുതി. പുള്ളിക്കിപ്പോൾ ഈ ചീര, നമ്മുടെ വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി, മധുരക്കിഴങ്ങ്, കപ്പ, ചക്ക ഇതൊന്നും പുള്ളി പണ്ട് കഴിക്കുന്ന സാധനങ്ങളല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ വാങ്ങിച്ചുകൊണ്ടൊക്കെ വരും, ഉണ്ടാക്കി കൊടുത്താൽ മതി.
30കൾക്കൊക്കെ ശേഷം ആൾ ആരോഗ്യമൊക്കെ ഇച്ചിരി ശ്രദ്ധിച്ചു തുടങ്ങി. അതൊന്നുമല്ല, ഒരു പെൺകുട്ടി വളർന്നു വരുമല്ലേ, അതിൻ്റെ പേടിയായിരിക്കും അല്ലേ. എനിക്ക് ഈ പച്ചച്ചീരയെക്കാളും ചുമന്ന ചീരയാട്ടോ ഇഷ്ടം. അതിനൊരു ടേസ്റ്റ് വ്യത്യാസം തന്നെയുണ്ട്. ഞങ്ങളുടെ ആലപ്പുഴ കായംകുളം ഭാഗത്തൊക്കെ ചീര അവിയൽ വെക്കും. ചീര, പിന്നെ മാങ്ങ അല്ലെങ്കിൽ ഈ ഇലിമ്പൻ പുളി, പിന്നെന്താ ചക്കക്കുരു ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ ചീരയൊക്കെ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇലകളൊക്കെ കുറച്ച് വലിയ ഇലകളായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ ചെറിയ ചെടി ആണെങ്കിലാണ് എനിക്ക് അരിയാൻ എളുപ്പം. ചീരകൾ കുറച്ചും കൂടെ കുഞ്ഞു കുഞ്ഞു ഇലകളാണെങ്കിലേ കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു. ഇത് വലിയ വലിയ ഇലകളായിരുന്നു. പിന്നെ മാത്രമല്ല നല്ല ഫ്രഷ് ആണെന്ന് എനിക്ക് തോന്നാൻ കാരണം ഈ മരുന്ന് ഒന്നും അടിച്ചിട്ടില്ല എന്ന് തോന്നാൻ കാരണം ഇതിൽ 2-3 പുഴുക്കളുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ അയ്യേന്ന് തോന്നുമെങ്കിലും ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അപ്പോൾ അത്രയും വിഷം കുറച്ചിട്ടുള്ള ഐറ്റംസ് ആണല്ലോ എന്നൊരു സമാധാനമുണ്ട്. വയസ്സാവും തോറും നമ്മുടെ ചിന്താഗതിക്കൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതല്ലേ. ഇന്ന് ഞാൻ മുടി വെട്ടാൻ പോവാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ സ്ത്രീകൾക്കും വരുന്ന പോലെ മുടി വെട്ടുന്നതിൻ്റെ അന്നുള്ള ഒരു പ്രത്യേക സ്നേഹം ഉണ്ടല്ലോ നമ്മുടെ മുടിയോട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തൊക്കെ ഒരു 100 വട്ടം ആലോചിക്കുക കേട്ടോ, മുടി വെട്ടണോ വേണ്ടയോ, എന്നാലും ഒരു മേക്ക് ഓവർ അത്യാവശ്യമാണ്. അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങി. ഉണ്ണേട്ടനാണെങ്കിൽ ക്ഷീണം കാരണം ഉറങ്ങുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് പതുക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു 4-4:30 മണിയൊക്കെ ആയി. ശങ്കരിക്കുഞ്ഞിരിക്കുന്നത് കണ്ടോ, ഒരുപാട് തവണ വിചാരിക്കും അവിടെ പോകണം ഇവിടെ പോകണം, പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ എങ്ങും പോകത്തില്ല, വീട്ടിൽ തന്നെ. ഇതുപോലെ എല്ലാവരും കൂടെ ഒക്കെ ഒന്ന് ഇറങ്ങുന്നത് വല്ലപ്പോഴും കേട്ടോ. ശങ്കരിക്കുഞ്ഞിന് വലിയ ഇഷ്ടമായി ഇതുപോലെ സർക്കിട്ട് അടിക്കാൻ. ഞങ്ങളുടെ നാട്ടിലെ റോഡ് കണ്ടോ, ഒട്ടും തിരക്കും ഇല്ല, ആളും വണ്ടിയും ഒക്കെ വളരെ കുറവാണേ. അതേസമയം എന്താ സിറ്റി കണ്ടോ, തിരക്കും വണ്ടിയുടെ ഹോണടിയും ബഹളവും. സത്യം പറഞ്ഞാൽ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാൻ എളുപ്പം സിറ്റിയാണെങ്കിലും എനിക്ക് നാട് തന്നെയാണ് ഇഷ്ടം കേട്ടോ. ഞങ്ങൾ വർഷങ്ങളോളം ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ജീവിച്ചിട്ട് ഇപ്പോൾ ഒന്ന് ഔട്ടറിലോട്ട് മാറി താമസിക്കുമ്പോഴേ അടിപൊളിയാണ്. ഞാൻ എന്താ പാർലറിലെത്തി, ഹെയർ വാഷൊക്കെ കഴിഞ്ഞു. ഇത് കണ്ടോ, അച്ഛനെയും മോളെ അവിടെ ഇരുത്തിയിരിക്കുക. എത്ര നേരം ഇതിങ്ങനെ ശാന്തതയിലിരിക്കുമെന്നൊന്നും എനിക്ക് ഒരു പിടിയുമില്ല. സന്ധ്യ ചേച്ചിയുടെ ബ്യൂട്ടി പാർലറിലാണ് വന്നത് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്ത് കരമനയുള്ള നക്ഷത്ര ബ്യൂട്ടി പാർലർ. ഞങ്ങൾക്ക് സന്ധ്യ ചേച്ചിയായിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. ചേച്ചി അടിപൊളി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് കേട്ടോ. ശങ്കരിക്കുഞ്ഞിൻ്റെ അച്ഛനെ കണ്ടോ, ഇത് ആദ്യമായിട്ട് ഏട്ടൻ്റെ മുഖം വരുന്നതല്ലേ വീഡിയോയിൽ. മിസ്റ്റർ പ്രവീൺ ആർവി. ഇദ്ദേഹം കൊല്ലം പാരിപ്പള്ളിയിലാണ് വർക്ക് ചെയ്യുന്നത്. ശങ്കരിക്കുഞ്ഞ് അലമ്പി തുടങ്ങി. അവൾ നല്ല ബഹളം വെച്ചു പിന്നീട് അങ്ങോട്ട്. അതുകൊണ്ട് എനിക്ക് ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കാൻ പറ്റിയില്ല. എങ്ങനെയോ ലാസ്റ്റ് ഏട്ടൻ എടുത്ത 2 ഫോട്ടോയാണ് ഇതായത്. തിരിച്ചു വരുന്ന വഴി ഒരു അമ്പലത്തിലെ ഉത്സവമായിരുന്നേ. നല്ല DJ സെറ്റപ്പൊക്കെ ആയിരുന്നു. എന്തൊരാളും ബഹളമായിരുന്നു എന്നറിയാമോ. കുറേ നേരത്തേക്ക് റോഡ് ബ്ലോക്കായിരുന്നു. പിന്നെ നാട്ടുകാർ തന്നെ ഇടപെട്ട് അതൊക്കെ മാറ്റുന്ന കാര്യമാണ് ഈ കാണുന്നത്. ഇത് കിലോമീറ്ററുകളോളം ഉണ്ടായിരുന്നു ഈ അലങ്കാരമൊക്കെ. നല്ല രസമായിരുന്നു കേട്ടോ രാത്രി ഇതുവഴി വരാൻ. അടിപൊളിയായിരുന്നു. ശങ്കുവിന് ലൈറ്റൊക്കെ കണ്ട് നല്ല ഇഷ്ടപ്പെട്ട് അവളും ഇരിക്കുമായിരുന്നു ഇങ്ങനെ. അങ്ങനെ അവസാനം മുടിയൊക്കെ വെട്ടിയിട്ട് നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ. രാത്രിയായി. ശങ്കരിക്കുഞ്ഞ് നല്ല കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. കുറച്ച് നേരം കുഞ്ഞ് നല്ല മൂഡിലൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര ഉറക്കം വന്നപ്പോൾ കുഞ്ഞങ്ങ് പിണങ്ങി. ഭയങ്കര ലഹളയും ബഹളമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് മുടിയൊക്കെ വെട്ടി ത്രെഡും ചെയ്തിട്ട് ഞാൻ വേഗം വന്നു കേട്ടോ. വേറെ വീട്ടു സാധനങ്ങളൊക്കെ കുറച്ചും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. കുഞ്ഞ് കരഞ്ഞതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേഗം അങ്ങ് വീട്ടിൽ വന്നു. അവൾക്ക് ഉറക്കം വരുന്നതുകൊണ്ട്. വരുന്ന വഴിയിലൊക്കെ അവൾ ഹാപ്പി ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. കുറച്ച് ദൂരം നല്ല മൂഡിലൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങ് കുഞ്ഞ് ഉറങ്ങിപ്പോയി. ഇപ്പോൾ ഇതാ വന്ന് ഇവിടെ ഇരിപ്പുണ്ട്. ദാണ്ടേ, ഹായ് ചങ്കു, ശങ്കരിക്കുഞ്ഞി. ഓ കുഞ്ഞ് ശങ്കരു, അമ്മയുടെ മുത്തേ, അമ്പിളിക്കുട്ടിയേ. അപ്പോൾ ഇതാ ഏട്ടൻ രാത്രി വന്നപ്പോൾ കയ്യോടെ എടുത്ത ഫോട്ടോയാണ് കേട്ടോ. അച്ഛൻ വരുന്നതെന്ന് പറയുമ്പോൾ കുഞ്ഞിന് വലിയ സന്തോഷമാണേ. പക്ഷേ ഫോട്ടോ എടുക്കാനൊന്നും പുള്ളിക്കാരിക്ക് വലിയ ചിരിയൊന്നും കാണത്തില്ല. അപ്പം ശരി, ഇതൊക്കെയാണ് എൻ്റെ ഔട്ടിംഗ് ഡേ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണേ. എല്ലാവരും ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ടിരിക്കുക. ടേക്ക് കെയർ. ഗുഡ് ബൈ.